Hey guys, welcome back to my channel. So, നമ്മുടെ ഇന്നത്തെ വീഡിയോ നല്ല കുട്ടി ഷോപ്പിംഗ് വീഡിയോ ആണ്. ഞാൻ ഡ്രസ്സ് ചെയ്ത് എല്ലാം റെഡി ആയിട്ടൊക്കെ നിൽക്കുകയാണ്. നമ്മളിപ്പം ചങ്ങനാശ്ശേരിയിൽ പോവുകയാണ്. ഞാൻ ബസ്സിലാണ് പോകുന്നത്, കാർ എടുത്തില്ല, ഇത്ര ദൂരം വിടില്ല വീട്ടിൽ നിന്ന്. അപ്പം പോകുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കസിൻ്റെ, ഞാൻ നാട്ടിൽ വന്നത് 3 കാര്യത്തിനായിരുന്നു. ഒരു മാമോദീസ, ഒരു എൻഗേജ്മെൻറ്റ്, ഒരു കല്യാണം. ഞാൻ കഴിഞ്ഞ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിൽ മാമോദീസ കഴിഞ്ഞു, ഇനി എൻഗേജ്മെൻറ്റും കല്യാണം. എൻഗേജ്മെൻറ്റ് ഡ്രസ്സ് ഇതുവരെ എടുത്തിട്ടില്ല, അതാണ് ആദ്യം. ബട്ട് നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്നത് കല്യാണ ഡ്രസ്സാണ്, സാരിയാണ് എടുക്കാൻ പോകുന്നത്. എവിടെയാണെന്ന് വെച്ചാൽ എം ലോഫ്റ്റ് ബൈ ജോയൽ മാത്യു എന്ന് പറഞ്ഞിട്ട് പുള്ളീൻ്റെ അവിടെയാണ്. ഞാൻ കുറേ വീഡിയോസ് ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ട്. സോ വരുന്നമ്മ ഓക്കെ, അപ്പോൾ അവിടെ പോയി എടുക്കാനാണ് ഇരിക്കുന്നത്. എൻ്റെ കൂടെ എൻ്റെ കസിൻ ചേച്ചി ഉണ്ട്, എൻ്റെ ഫ്രണ്ട് എല്ലാം ആയ എൻ്റെ ഒരു ചേച്ചി ഉണ്ട്. സോ ഞാൻ വേഗം പോട്ടെ, ഓട്ടോച്ചേട്ടൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഞങ്ങളിതേ ഇപ്പോൾ കൊട്ടാരക്കര സ്റ്റാൻഡിൽ വന്നേക്കാം. ഇന്ന് നമ്മൾ ചങ്ങനാശ്ശേരിക്ക് പോവാണ്. ചേച്ചി ആദ്യമായിട്ടല്ലേ എൻ്റെ വ്ളോഗിലായിരുന്നേ? ചേച്ചി എൻ്റെ ആരാന്ന് മാത്രം ചോദിക്കുന്നത് എല്ലാമാണ്. അതാണ് ചേച്ചി എൻ്റെ പള്ളിയിൽ ചെറുപ്പം തൊട്ടേയുള്ള ഫ്രണ്ടാണ്. എന്നെക്കാട്ടി 3 വയസ്സ് മൂത്ത, അതുകൊണ്ടാണ് ഞാൻ ജിൻസി ചേച്ചി എന്ന് വിളിക്കുന്നത്. പിന്നെ നമ്മൾ ഭയങ്കര ഗഡിബഡീസാണ്. നാട്ടിൽ വന്നാൽ ഞാൻ എപ്പോഴും പുള്ളിക്കാരത്തിൻ്റെ വീട്ടിലായിരിക്കും. നമ്മൾ ഭയങ്കര കൂട്ടാണ്, എൻ്റെ ചങ്കാണ്. ഇതെവിടെ മുട്ടായി ഇതാക്കിക്കൊണ്ട് ചങ്ങനാശ്ശേരിയൊക്കെ എത്തി. ഞങ്ങൾക്ക് വഴി അറിയത്തില്ല, ആരോടൊക്കെയോ ചോദിച്ച് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഏതൊരു ഇടവഴിയിലാണ് ഈ കടയെന്നുള്ളത് എനിക്കറിയാം. നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ നമ്മൾ ചങ്ങനാശ്ശേരിയിലുള്ള എം ലോഫ്റ്റിലായിരുന്നു കേട്ടോ വന്നത്. ഞാൻ ഓൾറെഡി അവർക്ക് നേരത്തെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, എനിക്കൊരു ബനാറസി സാരിയാണ് വേണ്ടതെന്നുള്ളത്. അങ്ങനെ കുറച്ച് ബനാറസി സാരീസൊക്കെ ഞാൻ ട്രൈ ചെയ്തു, പിന്നെ അല്ലാത്ത കുറച്ച് സാരീസൊക്കെ ഞാൻ ട്രൈ ചെയ്തു. സാരീസ് എന്നും എൻ്റെ വീക്ക്നെസ്സാണ്. അത് സ്പെഷ്യൽ ഒക്കേഷൻസിലൊക്കെ എന്തോ ഒരു പ്രത്യേക ഭംഗിയാണ് സാരി ഉടുക്കുമ്പോൾ. പിന്നെ എടുത്തു പറയേണ്ട അവിടുത്തെ സ്റ്റാഫ്സിൻ്റെ കസ്റ്റമർ സർവീസാണ്. എൻ്റെ കൂടെ ഒരു ചേച്ചി ഫുൾ ടൈം അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്കുള്ളൊരു കടയാണ്. രാവിലെ നമ്മൾ ഒരു 11:30 ആയപ്പോഴായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ആ ചേച്ചി എന്നെയും ഡീൽ ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഇടയ്ക്കൂടെ കുറേ ആൾക്കാരെ ഡീൽ ചെയ്യുന്നുണ്ട്. ആ ചേച്ചി ഒരു അടിപൊളിയായിരുന്നു. എനിക്ക് ഈ സാരി വെച്ചിരുന്ന ആ ചേച്ചിയാണ്. പിന്നെ ഞാൻ എടുത്ത സാരി എന്ന് പറയുന്നത് ഫസ്റ്റ് കാണിച്ച ഒരു മെറൂൺ ഷെയ്ഡിലുള്ള ബനാറസി സാരി, അതാണ് കേട്ടോ ഞാൻ എടുത്തത്. റേറ്റ് ആണെങ്കിലും ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് ജോയലേട്ടനെയൊക്കെ കാണുകയൊക്കെ ചെയ്ത് എം ലോഫ്റ്റിൻ്റെ മെയിൻ ആൾ ഭയങ്കര ഡൗൺ ടു എർത്ത് പേഴ്സൺ ആയിരുന്നു. ഞാൻ ഇവരുടെ ഒരു വീഡിയോ കണ്ടിട്ടായിരുന്നു അങ്ങോട്ടേക്ക് പോയത്. ഒരു ബനാറസി സാരി ഒരു ബ്രൈഡ് ഉടുക്കുന്നത് കണ്ടിട്ട് ആ സെയിം ഷെയ്ഡ് തന്നെ വേണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. ഈ ബനാറസിൽ ഒരു 3-4-5 ഷെയ്ഡ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ ഞാൻ ചൂസ് ചെയ്തത് ആ സെയിം ഷെയ്ഡ് തന്നെയായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്, ഒരു റെഡ് എന്ന് പറഞ്ഞത് ആദ്യമേ കാണിച്ചത്. പിന്നെ അവിടെ കൂടുതലും സാരി നോക്കാൻ വന്നിട്ടുണ്ടായിരുന്നത് ബ്രൈഡ്സ് ആയിരുന്നു. കുറേ നല്ല ബ്യൂട്ടിഫുൾ സാരീസ് ഉണ്ടായിരുന്നു അവിടെ. എനിക്ക് ഒരുമാതിരിപ്പെട്ട എല്ലാം ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ നിങ്ങൾക്ക് അവിടുത്തെ തിരക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. സോ എൻ്റെ ബനാറസി സാരി മാത്രമേ ഞാൻ എടുത്തുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ വേറൊരു ഷോപ്പിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് എൻഗേജ്മെൻറ്റ് ഡ്രസ്സും എടുക്കാനുണ്ടായിരുന്നു, ബട്ട് അവിടെ കസ്റ്റമൈസേഷൻ മാത്രമേ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വേറെ ഷോപ്പിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. നമുക്ക് സാരി കിട്ടി. ഞാനൊരു ബനാറസി സാരിയായിരുന്നു നോക്കി വെച്ചിരുന്നത്. അത് ഇവിടെ ആദ്യമേ ജോയിലേട്ടിന് ഉണ്ടായിരുന്നില്ല, പിന്നാണ് ആ പുള്ളിക്കാരൻ വന്നത്. സോ എനിക്ക് അവിടുത്തെ സ്റ്റാഫ് പരിചയപ്പെടുത്തിയൊക്കെ തന്നു. ആൾ നല്ല കമ്പനി ആയിരുന്നു, ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞു. അപ്പോൾ അടുത്ത് ഇനി എൻ്റെ കല്യാണത്തിനായിരിക്കും ഞാനിവിടെ വന്നെടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. സോ നല്ലതായിരുന്നു, ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. കാരണം അത്രയും നല്ലതായതുകൊണ്ടാണല്ലോ നല്ല തിരക്കായിരുന്നു. പിന്നെ അതിൻ്റെ ഒരു ഓഫീസാണിത്, എം ലോഫ്റ്റ്. നമ്മൾ പിന്നെ എം ലോഫ്റ്റിൽ നിന്ന് ഇറങ്ങി SM സിൽക്സ് ആൻഡ് സാരീസിലേക്കായിരുന്നു പോയത്. എനിക്കൊരു ലെഹങ്ക ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. പറയാതിരിക്കാൻ വയ്യ, അവിടുത്തെ കസ്റ്റമർ സർവീസ് ഭയങ്കര മോശമായിരുന്നു. ഞാൻ പിന്നെ അവിടുത്തെ മാനേജറിനെ പോയി കണ്ട് സംസാരിച്ചു. അവസാനം ഞാൻ ബില്ല് പേ ചെയ്യുന്നവരെ എൻ്റെ കൂടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു. സോ ലെഹങ്കയ്ക്ക് എടുത്തിരുന്ന ഈ ഒരു ക്രോപ്പ് ടോപ്പും പിന്നെ ഈ ഒരു സ്കേർട്ടും ആയിരുന്നു. നമുക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ മുഖത്തോക്കി പറയുന്നതായിരിക്കും ഇന്നും ഏറ്റവും കൂടുതൽ നല്ലത്. ഞങ്ങൾക്ക് 2 ആൾക്കും മുസ്ലിങ്ങളുടെ ചിക്കൻ ബിരിയാണി കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അവസാനം ഫൈനലി ഒരു മുസ്ലിങ്ങളുടെ തന്നെ ചിക്കൻ ബിരിയാണി നമുക്ക് കിട്ടി. നമ്മളൊരു മുസ്ലിം ബിരിയാണി കിട്ടുന്ന കട നോക്കി തപ്പി ഇറങ്ങി വരുമായിരുന്നു. കാരണം മുസ്ലിങ്ങൾ നല്ല ബിരിയാണീസ് ഉണ്ടാക്കും. സോ ഇവിടെ കടയുടെ പേരെന്തായിരുന്നു, ബിരിയാണി കട എന്ന് തന്നെയാണ് പേര്. ചങ്ങനാശ്ശേരിയിലുള്ളതാണ്. നല്ല സൂപ്പറായിരുന്നു, വയറൊക്കെ നിറഞ്ഞു, സെറ്റായിരുന്നു.
കുറച്ച് സാങ്കേതിക തടസ്സങ്ങൾ കൊണ്ട് നമുക്ക് ബാക്കി വ്ളോഗ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു വീഡിയോ കാണുന്നതിന് ബൈ.